ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്. എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഒരു മാസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മുടെ വീട്ടിൽ സ്ഥിരം കാണുന്ന കാഴ്ച തന്നെയാണ് രാവിലത്തെ വിളക്ക് വെപ്പും പ്രാർത്ഥനയൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് 1-ാം തീയതിയായിട്ട് തന്നെ എല്ലാം മനോഹരമായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. പിന്നെ സൂര്യഭഗവാന്റെ പൊൻകിരണങ്ങൾ നമ്മുടെ വീടിനെ തട്ടിത്തഴുകി നമ്മുടെ വീടിനകത്ത് വരെ കടന്നു വന്നിരിക്കുന്ന ഒരു സമയമായിരിക്കുകയാണ് കേട്ടോ ഇന്ന്. അപ്പം ഇന്ന് 1-ാം തീയതിയായിട്ട് തന്നെ മുട്ടം പണി കിട്ടിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗ്യാസ് അങ്ങ് തീർന്നു പോയി. പിന്നെ നമുക്കിത് അടുപ്പിൽ നമ്മുടെ ചോറ് റെഡിയാവുന്നുണ്ട്. ചോറ് വെച്ചിട്ടുണ്ട്. ഗ്യാസ് തീർന്നത് കൊണ്ട് തന്നെ ഇന്ന് മൊത്തത്തിൽ പണിയാണ് കേട്ടോ. അതാണ്ട് എൻ്റെ സിലിണ്ടർ കാലിയായിട്ടിരിക്കുന്ന എൻ്റെ സിലിണ്ടർ. അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് നിങ്ങളെയും കൂടെ കൂട്ടുകയാണ്. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഇന്ന് എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് നേരിടാം അത് എന്തായാലും. ഇന്നത്തെ പ്ലാൻ എല്ലാം തെറ്റി ഗൈസ്. എന്നാണെങ്കിലേ എൻ്റെ ഗ്യാസ് തീർന്നു. എന്ത് ചെയ്യും? വെളുപ്പിനെ 5 മണിക്ക് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം സെറ്റാക്കുന്ന വ്യക്തിയായിരുന്നു. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പ്ലാൻ എല്ലാം മാറി മറിഞ്ഞു. അപ്പം വിചാരിക്കും ഗ്യാസ് ഇല്ലെങ്കിൽ ഒന്നും വെക്കത്തില്ല. അങ്ങനല്ല, നമുക്കെല്ലാം പെട്ടെന്നാവണമെങ്കിൽ നമുക്ക് ഗ്യാസ് വേണമല്ലോ. കുക്ക് ചെയ്യാൻ മറന്നു പോയെന്നുള്ളതാണ്. എന്ത് ഓർമ്മയിലിരുന്നതാണ് ഞാൻ. അങ്ങനെ എന്തായാലും എന്തെങ്കിലും ആട്ടെ. ഇന്നത്തെ ദിവസം എന്തോ ആവും എങ്ങനെ ആവും നമുക്ക് നോക്കാല്ലയോ. അല്ലാതെ എന്തോ പറയുന്നേ. 1-ാം തീയതിയായിട്ട് പണി കിട്ടിയല്ലോ ഈശ്വര. എല്ലാവർക്കും നല്ലൊരു മാസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസങ്ങളൊക്കെ കണ്ടാലോ. എന്താവും ഏതാവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. വെളുപ്പിനെ 5 മണിയാകുമ്പോൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം സെറ്റാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇന്നത്തെ എല്ലാ പ്ലാനുകളും തെറ്റിപ്പോയി. പക്ഷേ എന്നാലും നമ്മൾ എന്നും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ എഴുതുന്ന ശീലമുണ്ടോ നിങ്ങൾക്ക്? ഈ യൂണിവേഴ്സിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുമ്പോൾ അത് സാധിക്കുമെന്ന് പറയുന്നത്. അപ്പം ഞാനങ്ങനെ എഴുതി വെക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പം നമുക്ക് ആ എഴുതി വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതി തന്നെ വെക്കണം. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറേ നേരം ഇങ്ങനെ സൂര്യനെയൊക്കെ നോക്കി നിന്നു. ഇനി എങ്ങനെ എവിടെ തുടങ്ങണമെന്നാണ് ഞാൻ നിന്ന് ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ ആലോചനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ അടുക്കളയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാം. അതിനുശേഷം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അടുപ്പിൽ തന്നെ എല്ലാം ചെയ്യണമല്ലോ. അപ്പം അകത്താണെങ്കിൽ ഒരടുപ്പ് മാത്രമേ ഉള്ളൂ. 3 അടുപ്പല്ലേ നമുക്ക് വെക്കുന്നത്. ഞങ്ങളിപ്പോൾ അത് 3 അടുപ്പും കൂടെ ഒന്നിച്ച് അത് ഒരടുപ്പാക്കി വെച്ചേക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അകത്തെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വെളിയിൽ വന്നിട്ട് ഈ കലമൊക്കെ ഒന്ന് തേക്കണം. നമ്മുടെ കരിക്കലമൊക്കെ വെളിയിൽ വെച്ചൊന്ന് തേച്ചിട്ട് പിന്നെ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മുക്കി വെച്ചിട്ട് പിന്നെ അതിൻ്റെ തുണി കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന് കൂടുതലും ഫുഡൊന്നും ഉണ്ടാക്കിയതൊന്നും ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നില്ല. കാരണം എല്ലാ ദിവസവും എല്ലാ വീഡിയോയ്ക്കകത്തും ഞാൻ ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളെ കാണിക്കുന്നത്. ചോറ് വെക്കുന്നതും ചോറ് വെച്ച് കറികളും അതും ഇതൊക്കെയല്ലേ കാണിക്കുന്നത്. ഇന്നപ്പം അത് കാണിക്കണ്ട എന്ന് കരുതി. അത് തന്നെയല്ല, എൻ്റെ ജോലി തുടങ്ങിയത് തന്നെ ഒരുപാട് താമസിച്ചാണ്. പാർത്തമ്മോനൊക്കെ പോയി. ഇന്ന് അവരൊന്നും കൊണ്ടുപോയില്ല. സ്കൂളിലുണ്ട് ഫുഡ്. അവൻ സ്കൂളിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ അണ്ണനാണെങ്കിൽ ചോറ് വേണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പോൾ ഗ്യാസും കൂടി ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ ഉപകാരമായി കേട്ടോ. എത്രയൊക്കെ വെപ്രാളം പിടിച്ചുണ്ടാക്കിയാലും പോകുന്ന സമയമാകുമ്പോഴത്തേക്കിനും സെറ്റ് ആവത്തില്ല. നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊരു നിറച്ച് ചീനി നിൽക്കുന്ന ഒരു അയ്യ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പൂട്ടി മെഷീൻ കൊണ്ടുവന്ന് പൂട്ടി. ചീനിക്കകത്ത് മൊത്തം മുള്ളായി. ഒരു ഇഞ്ചൻ മുള്ള് കണക്കുള്ള അതെല്ലാം എടുത്ത് കളഞ്ഞു കേട്ടോ. പാമ്പും ചേരയൊക്കെ കയറുന്നത് കൊണ്ട്. പിന്നെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് കയറിയിട്ട് കുറേ നേരം ഫോണൊക്കെ നോക്കിയതിന് ശേഷം ഒന്ന് മയങ്ങി കേട്ടോ. ഒരു ഉച്ചമയക്കം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒന്ന് മയങ്ങി. അതിനുശേഷം പിന്നെ തൂത്തുവാരൊക്കെയാണ്. നമുക്ക് എല്ലായിടവും വൃത്തിയാക്കണമല്ലോ. നല്ലതുപോലെ തന്നെ തൂത്തുവാരി എല്ലാം വൃത്തിയാക്കണം. അത് വൈകുന്നേരങ്ങളിൽ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരു കലാപരിപാടിയായിരിക്കും. വൈകുന്നേരങ്ങളിലല്ല, രാവിലെ തൂത്തുവാരും. എന്നിട്ട് വൈകിട്ടും ഇതേപോലെ വീടിനകവും എല്ലായിടവും തൂത്ത് വാരിയതിന് ശേഷം നമ്മൾ മുറ്റമൊക്കെ അടിച്ച് വാരി പിന്നെ ഒരു കുളിയും തന്നെ
വൈകിട്ടത്തെ കുളി. ആ കുളിക്ക് ശേഷമായിരിക്കും നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥന. അങ്ങനെയുള്ള കുറേ ആചാരങ്ങൾ എല്ലാ വീടുകളിലും, ഞങ്ങളുടെ നാടുകളിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പം എല്ലായിടവും അങ്ങനെയാണോന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ശീലമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീടിനകമൊക്കെ നന്നായിട്ട് എല്ലായിടവും രാവിലെ തൂക്കുന്നതാണ് എങ്കിലും വൈകിട്ടാകുമ്പോഴത്തേക്കിനും ഒന്നും കൂടി പൊടിയൊക്കെ ആവത്തില്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ നല്ല വൃത്തിയായിട്ട് തൂത്തതിന് ശേഷം ഇനി മുറ്റം അടിക്കലാണ്. മുറ്റം അടിക്കൽ എനിക്കിവിടെ മുറ്റം ചെറുതാണ് കേട്ടോ. കിഴക്കേപ്പുറത്തായാലും വടക്കേപ്പുറത്തായാലും തെക്കേപ്പുറത്തായാലും ചെറിയ മുറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പണിയില്ല. പിന്നെ തൂത്തെല്ലാം കൂടെ വാരി ഇവിടെ ബാക്കി കൊണ്ടുവന്നിട്ട് തീ ഇടാമെന്ന് കരുതി. നമ്മുടെ വീട്ടിൽ അല്ലാതെ കുറേ പൂച്ചകളുണ്ടല്ലോ, അവരൊക്കെ എൻ്റെ അടുത്ത് വന്നിങ്ങനെ എന്തൊക്കെയോ പറയും. ഞാൻ തീ കത്തിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ അകത്ത് വന്നു. അപ്പോഴത്തേക്കിനും അമ്മ വിളക്കൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. വിളക്ക് വെക്കാനുള്ളതാ. ഈ നേരെ സന്ധ്യയായപ്പം പാർത്തമ്മ വരാൻ ടൈമായി. അപ്പോഴത്തേക്കിനും ഒരു മഴ പെയ്യാൻ തുടങ്ങി. മഴ ഞാൻ വിചാരിച്ചു ഇപ്പോൾ പെയ്ത് തോരുന്നു. എവിടുന്ന് അത് നല്ല ഒരു ഇച്ചിരി നേരം ആണെങ്കിലും നല്ല കട്ടിക്കൊരു മഴ അങ്ങ് പെയ്തു. ആ മഴ ഇന്ന് റെയിൻകോട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. നനഞ്ഞ് ആ മഴയത്ത് എനിക്ക് തോന്നി എങ്ങും കയറി നിൽക്കത്തൊന്നുമില്ല, മഴ പെയ്താൽ അവൻ നനഞ്ഞ് തന്നെ വന്നത് കേട്ടോ. റെയിൻകോട്ട് കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ നനഞ്ഞ് കൊഴിഞ്ഞ് കൂട്ടുകാരൻ്റെ കൂടെ വന്നതാണേ. നനഞ്ഞ് കുഴഞ്ഞ് വന്നു. സത്യത്തിൽ ഇന്ന് വീഡിയോ എടുക്കണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. കണ്ടൻ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ആദ്യം എടുക്കണ്ട എന്നാണ് തോന്നിയത്. പക്ഷേ സാധാരണ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസവും നിങ്ങളോടൊപ്പം ചിലവഴിക്കാമെന്ന് കരുതി. കണ്ടൻ്റ് ഉള്ള ദിവസം മാത്രം നിങ്ങളെ കാണിക്കുന്നത് മോശമല്ലേ? സാധാരണ ദിവസം എങ്ങനെയാണ് പോകുന്നത് നിങ്ങളെ കാണിക്കണ്ടേ? പിന്നെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉച്ചയ്ക്ക് വന്ന കോളായിരുന്നു, അത് വൈകിട്ടാണ് പെയ്തത്. ആ കോള് കണ്ടപ്പോൾ ഞാൻ തുണി പറക്കിക്കൊണ്ട് വന്നതാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ തുണി മടക്കൽ കടമയിലേക്ക് കയറിയത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എല്ലാം തീർന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലുള്ള നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത ഡയറിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ ആൻഡ് കീപ് സ്മൈലിംഗ്.